ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ലീഫ് സ്റ്റിച്ചിൻ്റെ തന്നെ വേറൊരു വേരിയേഷനായ ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. അത് ലീഫ് സ്റ്റിച്ചിനെ പോലെ തന്നെ അതേമാതിരിയുള്ളതാണ്, പക്ഷേ സ്റ്റിച്ച് ചെയ്യണത് ചെറിയൊരു വ്യത്യാസം. അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിന് നോർമൽ എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് ആവശ്യം. പിന്നെ ഇതിൽ കോർത്തെടുക്കേണ്ടത് 6 ഇഴ നൂലാണ്. ഞാൻ ഓൾറെഡി ഇവിടെ കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. ആദ്യം തന്നെ ഒരു ലീഫിന്റെ രൂപത്തിൽ വരച്ചിടാം. അതിനുശേഷം നടുവിലൊരു മിഡ് ലൈൻ വരയ്ക്കുക, സ്ട്രെയിറ്റ് ആയിട്ട്. ഇതിൻ്റെ 2 സൈഡിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. 2 സൈഡിലും 2 ചെറിയ ലൈൻ വരയ്ക്കുക. ഈ 2 ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. ചെയ്തു വരുമ്പോൾ ലീഫിൻ്റെ രൂപത്തിൽ തന്നെ കിട്ടുകയും ഒരു ഫില്ലിംഗ് സ്റ്റിച്ചായി മാറുകയും ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. 6 ഇഴ കോർത്തെടുക്കുക. അതിനുശേഷം ലീഫിൻ്റെ ഈ തലപ്പത്താണ് ആദ്യം തുടങ്ങേണ്ടത്. അവിടെ ആദ്യം സൂചി കോർത്ത് മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം നേരെ താഴെയായിട്ട് കുത്തിയിറക്കുക. നടുവിലല്ല, കുറച്ച് താഴെ. മെല്ലെ താഴ്ത്തി ഇങ്ങനെ നേരെ താഴ്ത്തുക. അതിനുശേഷം ഇവിടെ ഈ ലൈനിന്റെ ഈ അരികു ഭാഗത്ത് കുത്തിയെടുത്ത് ലീഫ് സ്റ്റിച്ചിൽ നമ്മൾ നേരെ മിഡിലായിരുന്നു കുത്തിയിട്ട് ഇങ്ങോട്ടാക്കിയിരുന്നത്. പക്ഷേ ഈ ഫിഷ് ബോൺ സ്റ്റിച്ചില് നേരെ മിഡിലല്ല താഴ്ത്തേണ്ടത്, മറിച്ച് മിഡിലിന്റെ ഈ സൈഡിലേക്കായിട്ട് നമ്മൾ 2 ലൈൻ വരച്ചില്ലേ, ഒന്ന് ഈ സൈഡിലും ഒന്ന് ആ സൈഡിലും. അപ്പോൾ റൈറ്റ് സൈഡിൽ അല്ല, ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് നേരെ നടുവിലല്ല, അതിന് നേരെ ഒരു സൈഡിലേക്കായിട്ടാണ് താഴ്ത്തേണ്ടത്. താഴ്ത്തി ഇങ്ങോട്ടെടുക്കുക. ഒന്നും കൂടി കാണിച്ചു തരാം. നേർ മിഡിലേക്ക് ആദ്യം താഴ്ത്തുക. അതിനുശേഷം സൂചി താഴ്ത്തുന്ന മുകളിലേക്ക് ഈ മുകളിൽ നിന്ന് എടുക്കുക. നേരെ മിഡിലിൽ താഴ്ത്താണ്ട് ഇതിന്റെ സൈഡിലേക്കായി, ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് മെല്ലെ കുറച്ച് ലെഫ്റ്റിലേക്കായിട്ട് ആക്കിയിട്ട് നേരെ മുകളിലേക്ക്, എന്നിട്ട് മെല്ലെ പുറത്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഇപ്പൊ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് നൂലിൻ്റെ ഇരിക്കുന്നത്. ഇനി അത് റൈറ്റ് സൈഡിലേക്ക് ആ കോണിലേക്ക് ആക്കി, അപ്പുറത്തെ സൈഡിൽ നമ്മൾ ലൈൻ വരച്ചില്ലേ മിഡിലിന്റെ അപ്പുറത്ത് റൈറ്റ് സൈഡിൽ, അവിടെ താഴ്ത്തി മുകളിലേക്ക് പൊക്കുക. എന്നിട്ട് മെല്ലെ സൂചി എടുക്കുക. ഇങ്ങനെ. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് മിഡില് തൊടരുത്, മിഡിലിൽ തട്ടാണ്ട് 2 സൈഡിലുള്ള ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോരുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിൽ കുത്തി മുകളിൽ ഇങ്ങനെ ചെയ്തു പോരും. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി വേറൊരു ലീഫ് സ്റ്റിച്ച് നമുക്ക് കിട്ടും. ലീഫിന്റെ വേറൊരു വേരിയേഷൻ ആണിത്. പലതരത്തിലും നമുക്ക് ലീഫ് സ്റ്റിച്ചുകൾ ചെയ്യാം. ഇങ്ങനെയും നമുക്ക് ഫില്ലിംഗ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ കണ്ടില്ലേ, ഈ നൂല് ഇവിടെ വന്നു. അത് നേരെ ആ കോണിലേക്ക് ആക്കി റൈറ്റ് സൈഡിൽ കുത്തി റൈറ്റ് സൈഡിലേക്ക് എടുക്കുക. അങ്ങനെ ഇനി അതിങ്ങോട്ട് കൊടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊടുന്ന് ലെഫ്റ്റ് സൈഡിൽ കുത്തി ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. അങ്ങനെ അടുപ്പിച്ച് ചെയ്യാം.
ഇങ്ങനെ അടുപ്പിച്ച് ചെയ്ത് വരിക. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഈ ലീഫിൻ്റെ ഓരോ ലൈൻസും ചെരിഞ്ഞിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലീഫ് സ്റ്റിച്ച് ചെയ്തപ്പോൾ അത് ഒരേ ലൈനിലാണ് വരിക. ഇവിടെ നമ്മൾ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഒന്ന് ചെരിഞ്ഞ് അങ്ങനെയാണ് ഉണ്ടാവുക. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ലീഫ് സ്റ്റിച്ചും നമുക്ക് ചെയ്യാവുന്നതാണ്. കുട്ടികളുടെ ഉടുപ്പിലും ചുരിദാറിലും യോക്ക് പാർട്ടിലൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്റ്റിച്ചാണിത്. ഫ്ലവേഴ്സിന്റെ പെറ്റൽസിലും ലീഫിലും ഒക്കെ നമുക്ക് നല്ല ഭംഗിയിൽ ചെയ്യാം. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണം. 6 ഇഴ കോർത്തിട്ട് വേണം ചെയ്യാൻ. അപ്പേ ഈ ലീഫിലൊക്കെ നല്ല തിക്കായിട്ടുണ്ടാവുകയുള്ളൂ. അങ്ങനെ തുടർന്ന് ചെയ്യാം. മിഡിലില് സൂചി താഴ്ത്തരുത്. 2 സൈഡിലായിട്ട് 2 ലൈൻ വരച്ചിട്ടുണ്ട് നമ്മൾ, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. റൈറ്റിൽ ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് എടുക്കുക, ലെഫ്റ്റിലേക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് എടുക്കുക. അങ്ങനെ ചെയ്തു പോരാ. അപ്പം നമുക്ക് അടിപൊളി ഫിഷ് ബോൺ സ്റ്റിച്ച് കിട്ടും. ഇപ്പം നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ലീഫ് സ്റ്റിച്ച്, അതായത് ലീഫ് സ്റ്റിച്ചിൻ്റെ തന്നെ വേരിയേഷനായ ഫിഷ് ബോൺ സ്റ്റിച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്ത ചെറിയൊരു മോട്ടീഫ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാനിവിടെ ചെറിയൊരു മോട്ടീഫാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ട് ചെയ്യാനും ഭംഗിയിൽ ചെയ്യാനും മറക്കരുത്. കുട്ടികളുടെ ഉടുപ്പിലും ചുരിദാറിൻ്റെ യോക്ക് പാർട്ടിലും ഒക്കെ ഇത് പലതരത്തിലുള്ള ലീഫുകളിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം. എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന എല്ലാവരും തുടർന്ന് കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യാനും മറക്കരുത്. Thank you for watching.